തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്താകെ 75,549 സ്ഥാനാർത്ഥികളാണുള്ളത്. അതേസമയം വിമതശല്യം മുന്നണികൾക്ക് കടുത്ത തലവേദനയാണ് ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്താകെ 75,549 പേരാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഇതിൽ 38,268 പേർ സ്ത്രീകളും 37,281 പേർ പുരുഷന്മാരുമാണ്. 14 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് 1,282, 182 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 6,915, 941 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 54,956 സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. 86 മുനിസിപ്പാലിറ്റികളിലായി 10,433 പേരും 6 കോർപ്പറേഷനുകളിലേക്ക് 1,963 പേരും ജനവിധി തേടുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 8,693 പേർ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ള വയനാട്ടിൽ 1,882 പേരാണ് രംഗത്തുള്ളത്. വിമതശല്യം പ്രധാന മുന്നണികൾക്ക് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. അവസാന നിമിഷം വരെ പ്രയത്നിച്ചിട്ടും വിമതരെ പൂർണ്ണമായി പിൻവലിക്കാനായിട്ടില്ല. കോൺഗ്രസ് ആണ് ഏറ്റവും അധികം വിമതശല്യം നേരിടുന്നത്. മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന സ്ഥിതിവിശേഷവും പലയിടത്തും നിലനിൽക്കുന്നു. UDF-ൽ പ്രധാന ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണി വിഭാഗവും പലയിടത്തും കോൺഗ്രസിനോട് ഏറ്റുമുട്ടുന്നുണ്ട്. UDF-നോളമില്ലെങ്കിലും LDF-ലും സ്ഥിതി മെച്ചമല്ല. ചിലയിടങ്ങളിൽ CPI-യും CPI-യും ഏറ്റുമുട്ടുന്നുണ്ട്. നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയോടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന BJP-യിലും പടലപ്പിണക്കങ്ങൾ തലവേദനയുണ്ടാക്കുന്നു. 2 ആഴ്ചയോളമാണ് ഇനി പ്രചരണത്തിന് ശേഷിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.